മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ടയുടെ യൂണിക്കോണാണ് വണ്ടി. BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അതിനേക്കാൾ ഒരു വണ്ടി ഒരു ആക്സിഡൻ്റ് ആയിട്ട് എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പണിതിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല രീതിയിൽ അടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യാനാണ്. അതിൻ്റെ 1-2 പാർട്സുകളൊക്കെ ഡാമേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റൊക്കെ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ചെയിൻ കവറിൻ്റെ ഈ ഭാഗമൊക്കെ മുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയേക്കാം. ഹബിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെന്ന് സ്ക്രാച്ചായി ഉരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ഇടി കൊണ്ടിട്ട് ഉള്ളിലേക്ക് പോയേക്കണതാണ്. വണ്ടിയുടെ ഈ ഭാഗത്ത് ചെന്ന് വണ്ടി ആക്സിഡൻ്റായിട്ട് മറിഞ്ഞ് കുത്തി വീണിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റിയേക്കണാണ് ഈ കേസ് കേട്ടോ. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡ് ഫുട് റെസ്റ്റ് ബ്രാക്കറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. ഇത് അലുമിനിയം മോൾഡ് ചെയ്ത് എടുത്തതുകൊണ്ട് തന്നെ നമുക്കിത് ലെവൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും സംഭവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് ഈ സ്വിങ്ങാമിനോട് ചേർന്നാണ് വന്നേക്കണേ. ഗട്ടർ ചാടുമ്പോഴൊക്കെ ഇത് ഇവിടെ പോയി ടച്ച് ആവുന്നുണ്ട്. ഇപ്പോൾ രണ്ടാളൊക്കെ ഇരുന്ന് പോകണോ വണ്ടി ഓടുന്ന സമയത്തൊക്കെ ഓൾറെഡി ഇതുമ്പോൾ പോയി ടച്ച് ആവുന്നൊരു ഫീല് കാണിക്കുന്നുണ്ട്. തന്നെയല്ല ടച്ച് ആവണുണ്ട്, അത് പാട് കാണാം നമുക്ക് കറക്റ്റായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റൊക്കെ ടൈറ്റ് ചെയ്താൽ മതി. ബ്രേക്ക് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗ് അതേപോലെ ബാറ്ററി ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ് കിടക്കുക. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി ആയാലും ബാറ്ററിയുടെ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.83 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോഴും ഇതിനകത്ത് സിമ്പിളായിട്ട് കാണിക്കുന്നത് റെഡ് ലൈറ്റാണ് തെളിഞ്ഞേക്കണേ. അതൊരു വാർണിംഗ് ലാമ്പാണ് ശരിക്കും പറഞ്ഞാൽ. ബാറ്ററി ഡാമേജ് ആവാനായിട്ടുള്ളൊരു സാഹചര്യമാണ് കാണിക്കുന്നത് ഇതിനകത്ത്. 2 പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ സംഭവം കാണിക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ നിലവിൽ അത് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ഇപ്പോൾ സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചിട്ട് നമുക്ക് ബാറ്ററിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വാല്യൂസായിട്ട് കാണിക്കുന്നത് ഡാമേജ് ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗവും അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഫ്രണ്ട് ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ ഇടിച്ചേക്കണ വണ്ടിയാണ്. നല്ല രീതിയിൽ പോയി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ഈ സ്റ്റോപ്പറൊക്കെ ഇവിടെ ഒടിഞ്ഞു പോയേക്കണതാണ്. സെപ്പറേറ്റായിട്ട് വെൽഡ് ചെയ്തൊക്കെ നിർത്തിയേക്കണതാണ് സംഭവം കേട്ടോ. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് വെച്ചാൽ T4 കംപ്ലയിൻറ്റാണ്. T4 നമ്മൾ കഴിഞ്ഞാൽ ഈ കോണൊക്കെ ഇവിടെ നല്ല രീതിയിൽ ലൂസാണ്. തന്നെയല്ല വണ്ടി ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ ചെരിവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല പ്രസ് ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അടിച്ചിറക്കുന്ന സംഭവമാണത്. ആ ആയിട്ടാണ് ഇതേപോലെ ലൂസായി കിടക്കുക. അതങ്ങനെ വന്നേക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇതൊക്കെ ബെൻഡായിട്ട് ലെവൽ ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്കാണത് കേട്ടോ. കാരണം ആ പൈപ്പ് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ സെൻട്രൽ വന്ന ഈ പൈപ്പ് തിരിവ് വരുമ്പോഴാണ് ആ പ്രോബ്ലം വരാം. അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്ക് പൈപ്പും ലെവൽ ചെയ്ത് കയറ്റിയതാണ്. അപ്പോൾ ആ ലെവൽ ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ആ ഓയിലേക്ക് വന്നേക്കണത്. ഞാൻ ഈ നീല കളറിലൂടെ മാർക്ക് ചെയ്തേക്കണത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുമെന്ന് അറിയില്ല. ആ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്തൊക്കെ ഓരോ കുത്തു പോലെ വീണിട്ടുണ്ട്. കണ്ടോ, ഈ ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ ഈ സൈഡിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തെ പൈപ്പും ഉണ്ട്. അതേപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഇവിടെ ഒരു ചതഞ്ഞ രീതിയിൽ, അത് ഫോർക്ക് ലെവൽ ചെയ്തപ്പോൾ അത് ശ്രദ്ധിക്കാതെ ചെയ്തപ്പോൾ വന്നേക്കുന്ന മിസ്റ്റേക്കാണ് അത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫോർക്കിൻ്റെ ഓയിൽ ലീക്ക് ഒരെണ്ണം നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ. അപ്പോൾ ഈ 2 ഫോർക്ക് പൈപ്പ് മാറ്റി കളഞ്ഞിട്ട് ഓയിൽ സീൽ മാറ്റിയാലാണ് അത് ലീക്കില്ലാണ്ട് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് T4 മാറ്റി റീസെറ്റ് ചെയ്താലാണ് കറക്റ്റ് ഫ്രണ്ടിൻ്റെ അലൈൻമെൻറ്റ് കിട്ടുള്ളൂ. T4 മാറ്റണം, ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റണം, ഹാൻഡിൽ ബാർ നമുക്ക് മാറ്റിയിടാണ്ട്. ഹാൻഡിൽ ബാറും ചെറിയൊരു ചെരിവാണ്. പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡിൽ മിറർ ഉണ്ടായില്ല, അത് നമുക്ക് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഫുട് റെസ്റ്റ് ബാർ സെറ്റ് നമുക്ക് ആ പാനൽ ഈ ഫുട് റെസ്റ്റ് ബ്രാക്കറ്റ് എന്ന് തന്നെ പറയാം. അതും ഓൾറെഡി ബെൻഡാണ്. നമ്മൾ ഒരുപാട് നമുക്കതൊന്നും ലെവലിൽ കാര്യങ്ങൾ നടക്കില്ല. കാരണം അലുമിനിയം മോൾഡാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ഈ രീതിയിൽ വന്നാൽ എത്ര കൊല്ലങ്ങളോളം വേണമെങ്കിൽ ഇരുന്നോളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ഇത് വന്നപ്പോൾ ഈ അലൈൻമെൻറ്റ് ഇവിടെയാണ് വ്യത്യാസം വന്നേക്കാം. അത് നമ്മളിപ്പോൾ ലെവൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് വന്നാലും ഇവിടെ പൊട്ടും, അല്ലെങ്കിൽ ഈ ഭാഗത്ത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കത് മാറ്റിയിടാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ട വർക്കുകൾ. അപ്പോൾ ഐറ്റം നമുക്കിപ്പോൾ T-സ്റ്റെമ്മിൻ്റെ ഭാഗമൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കില്ല. നമുക്കതൊക്കെ ബുക്ക് ചെയ്ത് എടുക്കേണ്ട ഒരു താമസമൊക്കെ വരും എന്തെങ്കിലും. ആ രീതിയിൽ ചെയ്താൽ തന്നെയാണ് അത് വർക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് എത്ര ഫിഗർ വരും, എത്ര എസ്റ്റിമേറ്റ് വരും എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അത്യാവശ്യം തറക്കേടില്ലാത്ത രീതിയിൽ തന്നെ വണ്ടി ഇടിച്ചാണ് ഫ്രണ്ട് പോയിട്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വന്നത്. T4 അത്ര പറ്റാമെന്ന് പറഞ്ഞാൽ ആവറേജ് ഇടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റോപ്പറിൻ്റെ ഭാഗത്തായാലും വെൽഡ് ചെയ്തൊക്കെ കയറ്റിയാണ്. കറക്റ്റല്ല, പക്ഷെ എന്നാൽ പോലും അത് ജസ്റ്റ് അതിന് ഹാൻഡിൽ നമുക്ക് ഒരുപാട് ഓവറായിട്ട് തിരിയാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് ഒരു സ്റ്റോപ്പറുള്ളൂ. അപ്പോൾ അവിടേക്ക് ചെന്ന് ഇടി കിട്ടാന്ന് പറയുമ്പോഴത്തേക്കും ആവറേജ് നല്ല രീതിയിൽ തന്നെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. വീലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. വീൽ റിമൂവുമായി ബന്ധപ്പെട്ട ലെവലൊക്കെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വീലിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ വീൽ റിമ്മിൻ്റെ കേസ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട്. കാരണം ഫ്രണ്ട് അത്ര ഇടി കിട്ടുമ്പോൾ റിമ്മിനും ഡിസ്ക് പ്ലേറ്റിനൊക്കെ എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിൻ്റെ വീലിൻ്റെ ഭാഗത്ത് നിന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്. നമുക്ക് വീല് കറക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും, പക്ഷേ നമുക്ക് ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിനും മാത്രം ഡാമേജിലേക്ക് വന്നിട്ടില്ല. ഒരു റൊട്ടേഷനിൽ വരുന്ന സമയത്ത് ചെറിയൊരു കയറ്റർ, അത് നമ്മൾ ഇപ്പോൾ വിരലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ആ കറക്റ്റായിട്ടുള്ള ചെറിയൊരു വെൻ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല, അതിനുള്ള പ്രോബ്ലം ഇല്ല. റിമ്മിന് ഓൾറെഡി ഡാമേജ് വന്നിട്ടുണ്ട്, അതായത് അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. തൽക്കാലം മാറ്റേണ്ട ആവശ്യമില്ല, ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ബാക്കിത്തെ നമുക്ക് ചെയ്യാം, അതായത് T4 ഒക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാണ്ട് പറ്റില്ല. ഹാൻഡിൽ ബാറൊക്കെ ഓൾറെഡി എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റില്ല, അത് അങ്ങനെ ഓടിച്ചാൽ തന്നെ ക്ലിയർ ആവില്ല അത്. അപ്പോൾ മാറ്റി റീസെറ്റ് ചെയ്താൽ തന്നെ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ പറഞ്ഞ രീതിയുടെ വാട്സാപ്പിലേക്ക് ഇടാം.